നമുക്കിന്ന് കുറച്ച് ജ്യൂസുകളുടെ റെസിപ്പി നോക്കിയാലോ? ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജ്യൂസർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ്, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മധുരം വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരം ചേർക്കാതെയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ജ്യൂസറിലാണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഒരു ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവറിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത് കുടിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ജ്യൂസ് തയ്യാറാക്കിയാലോ? അതിനായിട്ട് നമുക്ക് കുറച്ച് മാതള നാരങ്ങ ഒന്ന് ഇതുപോലെ എടുക്കാം. ഞാനിപ്പോൾ ഒരു മാതളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു കഷ്ണം നമ്മുടെ പുതിന ഇലയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഓറഞ്ചാണ്. ഇതുപോലെ ഞാനൊന്ന് അല്ലികളാക്കി വെച്ചിട്ടുണ്ടേ. അതും നമുക്ക് ഒന്ന് ജ്യൂസായിട്ട് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓറഞ്ച് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ മാതളത്തിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റും ഉള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കിനി അടുത്ത ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അതിനായിട്ട് വേണ്ടതും കുറച്ച് ഓറഞ്ച് ആട്ടോ. അത് നമുക്ക് ഇതുപോലെ ഒന്ന് അല്ലികളാക്കി എടുക്കാം. ഓറഞ്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഡെയിലി ഓരോ ഓറഞ്ച് വീതം കഴിക്കുന്നതും നമുക്ക് നല്ലതാണേ. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഏലക്ക, ഒരു കഷ്ണം നാരങ്ങ, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതും നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഏലക്ക ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കറുവപ്പട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറിയ പീസേ. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ ചേർക്കുന്ന സമയത്ത് കുരു ഇല്ലാതെ ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ABC ജ്യൂസാണ്. എല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണല്ലോ അല്ലേ? അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ആപ്പിള്, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഇതൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. നമുക്കിതിലേക്ക് കുറച്ച് ആൽമണ്ട്സും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു. നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ. നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഒരു സ്പെഷ്യൽ ജ്യൂസ് ആയാലോ? അതിനായിട്ട് ആവശ്യത്തിനുള്ള ക്യാരറ്റ്, നാരങ്ങ, ഒരു കഷ്ണം ഓറഞ്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുൾ ഓറഞ്ച് ഇടണം എന്നില്ല, ഒരു ഓറഞ്ചിൻ്റെ പകുതി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാമ്പഴം കൊണ്ട് ഒരു അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയാൽ അതിനായിട്ട് മാമ്പഴം ഇടാം, ഏലക്ക ഇടാം, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴം കൊണ്ട് തയ്യാറാക്കാവുന്ന ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ജ്യൂസാണ്. അതിനായിട്ട് വേണ്ടത് കുറച്ച് പ്ലം ആണ്. അതിലേക്ക് ഒരു കഷ്ണം നാരങ്ങയുടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് വരാട്ടോ. ഇപ്പൊ നമ്മുടെ ജ്യൂസൊക്കെ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലം ലൈം ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ച് ഞാനിപ്പോൾ അടിച്ചപ്പോൾ കുറച്ച് വെള്ളം കുറവായിരുന്നു, അപ്പം അതുകൊണ്ട് ജ്യൂസിൻ്റെ അളവ് കുറവാണ്. അടുത്ത ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഒരു നാരങ്ങയും അതുപോലെ തന്നെ കുറച്ച് കഷ്ണം നമ്മുടെ പൈനാപ്പിളിനും കൂടിയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ മിക്സഡ് ജാറിലേക്ക് കുറച്ച് പൈനാപ്പിളും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം നാരങ്ങയും അതുപോലെ ഒരു പുതിനയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ചില ജ്യൂസ് അടിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കാറില്ല. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് സ്ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ജ്യൂസ് വെറൈറ്റീസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.